സർ, വീട്ടിൽ തന്നെയാണ് മരിച്ചു കിടന്നിരുന്നത്. പിന്നെ ദുരൂഹ സാഹചര്യത്തിലായതുകൊണ്ടാണ് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വന്നത്. ബട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് സീസ് പ്രഗ്നൻസി റിലേറ്റഡ് ബ്ലീഡിംഗ് ഡെത്താണ്. നത്തിങ് അൺയൂഷ്വൽ. സാറ് പറഞ്ഞ മാതിരി നോട്ടിഫൈഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻഫോം ചെയ്യാം. ഒരു കോൾഡ്. ഇവിടുന്ന് പോയാൽ ഇനി വണ്ടിയൊന്നും കിട്ടില്ലേ? സാധ്യത കുറവാ സാറേ. ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ ജീപ്പ് റോഡാ. ഇത്രയും രാത്രിയായില്ലേ, വല്ല ജീപ്പും കിട്ടിയാലായി. സാർ എവിടെന്നാ, എങ്ങോട്ട് പോരാ സാറേ? പോലീസാ. കുറച്ചു നാൾ മുമ്പ് ഇവിടെ ഒരു മരണം നടന്നിട്ട് ഓർമ്മയുണ്ടോ? ഒരു സ്ത്രീയുടെ. ആ പറമ്പേലെ ആ കൊച്ചു ഗർഭിണിയായിരുന്നു സാറേ. കുളിക്കാൻ പോയിപ്പോ തെന്നി വീണതങ്ങാണ്ട. അത് രാത്രിയിലായിരുന്നോ സംഭവം? ആ ഉവ്വ, രാത്രിയിലായിരുന്നു സാറേ. ഈ ലാസ്റ്റ് ബസ് വന്ന ചേട്ടൻ കട അടയ്ക്കോ? അടയ്ക്കോ സാറേ. രാത്രിയായ പിന്നെ കച്ചവടമൊന്നുമില്ലെന്നേ, വെറുതെ ഇരിക്കുന്ന. ഈ പറഞ്ഞ ദിവസം പരിചയമില്ലാത്ത വല്ലവരെയും കണ്ടായിരുന്നു? എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ബസ്സിൽ നിന്നൊരു പെങ്കൊച്ചിറങ്ങി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് എന്നെ കാണാതായി സാറേ. എന്റെ തോന്നലാണെന്ന് കരുതി ഞാൻ ആരോടും പറഞ്ഞില്ല സാറേ. വല്ല പ്രേതമാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ ചിരിക്കില്ലേ? സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നും 1920s മലബാറിലേക്ക് കുടിയേറ്റം സ്റ്റാർട്ട് ചെയ്തത്. ഭൂമിക്ക് വിലക്കുറവാണ് അതിന് കാരണം. കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷവും സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു. ഏകദേശം 80 കാലഘട്ടം വരെ അത് തുടർന്നിട്ടുണ്ട്. ഈ മതപരമായും മറ്റും അവർ ഒരേ രീതിയാണല്ലേ? അച്ചായ, ഞാൻ ഈ പറഞ്ഞ മരണങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ജോഗ്രഫിക്കൽ കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂസൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാണ്. സാധാരണയായി നടക്കുന്ന പ്രഗ്നൻസി റിലേറ്റഡ് മരണങ്ങൾ കുടിയേറ്റവുമായി ലിങ്ക് ചെയ്യാൻ മതപരമായ കാരണങ്ങളൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടല്ലോ എല്ലായിടത്തും. പിന്നെ നീ പറഞ്ഞ പേഗൻ മതത്തിൻ്റെ സാന്നിധ്യം ഒന്നും ഇവിടെ കാണാനില്ല. നൂറ്റാണ്ടുകളായി തുടരുന്ന മതങ്ങളെ ഇവിടെയുള്ളൂ. അതിലും ഏകദേശം ഇല്ലാണ്ടായിരിക്കുന്നത് ബുദ്ധിസം മാത്രമാണ്. നിന്റെ അന്വേഷണം നടക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. ഓക്കെ അച്ഛാ. എന്നാൽ ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശരി.
മാം, കാർത്തിക് സാർ ആലക്കോടും മണക്കടവും പിന്നെ കൊട്ടിയൂരും നടന്ന ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരുന്നു. ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ അനാലിസിസ് ബേസ്ഡ് ഓൺ ദോസ് ഡേറ്റാസ്. ഈ മരിച്ചവരുടെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ നൈബേഴ്സിനും ഈ മരണത്തിൽ അബ്നോർമലായിട്ടൊന്നും തോന്നിയിട്ടില്ല. മരിച്ചവരിൽ ഒരു പെൺകുട്ടി ഇരുട്ടത്ത് എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചു എന്നല്ലാതെ മറ്റൊന്നുമില്ല. ദെൻ ഈ പരിസരത്തുള്ളൊരു തട്ടുകടക്കാരൻ പിന്നൊരു ഓട്ടോക്കാരനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. ഈ കടക്കാരൻ രാത്രി ലാസ്റ്റ് ബസ്സിൽ ഒരു പെൺകുട്ടി അവിടെ വന്ന് ഇറങ്ങിയതായി സംശയം പറഞ്ഞിരുന്നു. അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും തോന്നിയോ? മാം, ഇറ്റ്സ് എ റിമോട്ട് പ്ലേസ്. ആ പരിസരത്തുള്ള മിക്ക വീട്ടുകാരെയും ആ കടക്കാരൻ അറിയാം. പിന്നെ ആ സമയത്ത് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നോട്ട് ചെയ്തതാവാം. അയാളതൊരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് കരുതി ഈ വിവരം ആരോടും ഷെയർ ചെയ്തില്ല. പിന്നെ ആ ബസ് കണ്ടക്ടറോടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി യാത്ര ചെയ്തതായി അയാളും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇരിട്ടിയിൽ നിന്ന് മറ്റുമാണ് കയറിയത്. ദെൻ ഇതിന് സമാനമായൊരു അനുഭവമാണ് ആലക്കോടുള്ള ആ ഓട്ടോക്കാരനുണ്ടായത്. രാത്രി വളരെ വൈകി അയാളുടെ ഓട്ടോ കയറിയൊരു പെൺകുട്ടി വിജനമായൊരു സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമായി. were you able to trace any of them? ഈ രണ്ടുപേരും പറഞ്ഞതനുസരിച്ച് ഈ പെൺകുട്ടികൾ കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ ആ സർക്കിളിലുള്ള സ്റ്റേഷനിലും. ബട്ട് ദർ ഈസ് നോ ട്രേസ്. ഈ എൻക്വയറി നടക്കുമ്പോഴാണ് ഇടുക്കി രാജാക്കാട് നടന്ന 2 മരണങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാർത്തിക് സാർ പാസ് ചെയ്തത്. ഒന്ന് ഒരു ഹോസ്പിറ്റൽ, രണ്ടാമത്തേത് അവിടെ അടുത്തുള്ളൊരു വീട്ടിലും. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, രാജാക്കാട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ദാറ്റ് ഇതേ പേരിലുള്ള ഒരു ഹോസ്പിറ്റലാണ് കൊട്ടിയൂരും മരണം നടന്നിരിക്കുന്നത്. ഈ 2 ഹോസ്പിറ്റലും ഒരേ കോൺഗ്രിഗേഷൻ അണ്ടറിലുമാണ്. Okay, so അന്വേഷിച്ചപ്പോൾ ഈ മാനേജറിന്റെ കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും സ്റ്റാഫ് ട്രാൻസ്ഫർ നടക്കാറുണ്ട്. ഈ കൊട്ടിയൂർ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ട്രാൻസ്ഫറായി വന്ന ഒരു നേഴ്സ് ലീവ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജാക്കാട് വീട്ടിലും ഹോസ്പിറ്റലിലും പിന്നെ കൊട്ടിയൂരും ഈ നേഴ്സിന്റെ ക്ലോസ് പ്രസൻസ് ഉണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞത്. so what's your plan? മേഡം, അവളുടെ പ്രസൻസ് ഉണ്ടായെന്ന് കരുതി നമുക്ക് അവളെ സംശയിക്കാനൊന്നും പറ്റില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ലീഗലി ഒന്നും മൂവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഓൾ ദോസ് കേസസ് ആർ റിപ്പോർട്ടഡ് ആസ് മെറ്റേണൽ ഡെത്ത്സ്. Yes, Saji. That's why all these cases are pretty strange. Then എലീന, അവൾ ഒരാഴ്ചത്തെ ലീവിനായാണ് പോയത്. പിന്നെ ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ സാർ, അവൾ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അരുൺ ഇവിടെ ഉണ്ടായിരുന്നു. മാത്യുവിന് എലീനയുടെ ഫാമിലിയായിട്ട് പേഴ്സണലി എന്തെങ്കിലും പരിചയമുണ്ടോ? ആരാ? ആൻറ്റി, ഞാൻ മാത്യൂസാണ്, രാജാക്കാട് ഹോസ്പിറ്റലിൽ നിന്ന്. ഫോണിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മോനിരിക്കെ. മാത്യു, അവള് ഹോസ്പിറ്റലിൽ പറഞ്ഞില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. IELTS പോവാണെന്ന് പറഞ്ഞിരുന്നു. അവള് മാത്യുവിനോട് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോൻ പറയുമ്പോഴാണ് അറിയുന്നത്. എലീന വിളിക്കാറില്ലേ? ഇപ്പം അവള് വിളിച്ചിട്ട് ഏകദേശം 1 മാസത്തോളമായി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്ക്? എന്ത് പറയാനാ മോനെ, ഇത്തവണ വന്നപ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു. ഒറ്റയ്ക്കൊരു ദിവസം തറവാട് വീട് വരെ പോയി. അവിടെ തല കറങ്ങി വീഴുകയും ചെയ്തു. തറവാടോ?